അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അമ്മച്ചി 100% തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. പ്രാർത്ഥന ഉണ്ടായിരുന്നു, പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അപ്പോൾ ഇവർ തമ്മിൽ പ്രണയബന്ധമുള്ള സമയം, അന്ന് കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഒരു കാര്യം അമ്മച്ചിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അത് ആ ഒരു ഏരിയ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അമ്മച്ചി പ്രത്യേകം പറഞ്ഞിരുന്നു, നീ എന്ത് പ്രണയം, എന്ത് കല്യാണം, എവിടെ ഒളിച്ചോടി എന്തായാലും കൊള്ളാം, പള്ളിയിൽ വെച്ച് മിന്ന് കെട്ടണം. അത് അമ്മച്ചിക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് മിന്ന് എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്നു, നേരത്തെ സ്വന്തമായിട്ട് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പുനഃപ്രവലാറെല്ലാം കഴിഞ്ഞ് ജയിൽ വാസമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കാറിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യം ഏത് പള്ളിയിലേക്കാണ് കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഫാദറിന് തേവലക്കര പള്ളി, സ്വന്തമായ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നേരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും, അപ്പം അന്ന് വിളിച്ചു ചൊല്ലി കല്യാണം നടത്തേണ്ട കാലഘട്ടം. ഇപ്പോഴും അങ്ങനെയല്ല, 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലണം. പക്ഷെ അത് വളരെ അടുത്തൊരു ബന്ധുവാണ് അവിടുത്തെ അച്ഛൻ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഞങ്ങളെ കെട്ടിച്ചില്ലെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് കല്യാണം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും വിചാരിച്ചു ഒരു മിന്നുമായിട്ട് ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരൻ പള്ളിയിൽ വെച്ച് കെട്ടാൻ വന്നപ്പോൾ ആ ഒരു സാധ്യത നഷ്ടപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ അച്ഛൻ പിടിച്ചാൽ കെട്ടിച്ചു. അതിന് അതിൻ്റെ പുറകിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഒരു പള്ളിയിൽ ഉണ്ടാവുകയും ചെയ്തു. കാരണം ആ കാലത്ത് വിളിച്ചു അല്ലാതെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലംഘനമാണ്. പക്ഷേ എങ്ങനെ പിന്നെ അത് ക്ഷമയൊക്കെ ചോദിച്ചത് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഒരു സിറ്റുവേഷനും ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അച്ഛോ, എന്താ സ്റ്റീഫ, എന്താ എന്നമ്മേ? അച്ഛോ, ഞങ്ങളുടെ കല്യാണം ഇപ്പൊ നടത്തി തരണം. കല്യാണം നടത്തി തരാനോ? എന്താ സ്റ്റീഫ ഈ പറയുന്നേ? അച്ഛൻ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞാൽ 3 തവണ വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ? വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ട് അച്ഛോ. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ്. ഇതൊരു അപേക്ഷയാണ് അച്ഛോ. അച്ഛോ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണം അച്ഛോ. സ്നേഹമുള്ളവരെ, പള്ളി പിരിഞ്ഞിട്ടില്ല, എല്ലാവരും തിരിച്ചു വരണം. നെട്ടൂർ തോമാച്ചൻ, ശരിയല്ലേ? അതെ. നെട്ടൂർ തോമാച്ചന്റെ മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. കല്യാണം നടത്തുമോ? എന്നെ ഏർപ്പാടാ ചെയ്തത്? വിളിച്ചോല്ലേ? നിയമവ്യവസ്ഥ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളിക്ക് നടത്തി കൊടുക്കണം. തന്നെ കണ്ടു. അച്ചോ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ ഇവൻ. അല്ല, അന്നമ്മ സോമനസാലെ സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത്. കല്യാണം നടത്തിയെന്നോ? പള്ളി മുറ്റത്ത് സംഘർഷം പാടില്ല. അച്ഛൻ എന്നെ പള്ളിയിൽ നിന്നും പഠിപ്പിക്കണ്ട. തിരുവസ്ത്രമായിട്ടുണ്ട് തോന്നിയാതെ കാണിക്കുന്നത് അച്ചോ. ഞങ്ങളുടെ ഒരു പെങ്ങളാച്ചോ. കരയലടാ മോനെ, മേടയിൽ ഇട്ടിച്ചന്റെ മക്കളാ നമ്മള്. അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വേണ്ടടാ. വാടാ അച്ചോ. വിളിച്ചല്ലാതെ ഈ ഒത്തുകല്യാണത്തിന് കൂട്ടുനിന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിലക്കും. മേടയിൽ ഇട്ടിച്ചന്റെ മോനാ ഈ പറയുന്നത്. അവറാകുട്ടി, ഒരു വ്യക്തിയല്ല പള്ളി, കൂട്ടായ വിശ്വാസമാണ്. അതിന്റെ അധിപൻ കർത്താവായ ഈശോ മിശിഹയാണ്, മേടയിൽ ഇട്ടിച്ചതല്ല. മീഡിയുണ്ടോ തീപ്പെട്ടി എടുക്കാൻ എന്ന് പറയുന്ന ഒരു കോഡ് ഭാഷ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഒളിവ് കാലഘട്ടം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒളിവിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഖാവാണെന്ന് അറിഞ്ഞാൽ അറസ്റ്റ് ചെയ്തൊരു ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന്
ഇതുപോലെ കോഡ് ഭാഷകളുണ്ടായിരുന്നു. ഇതായിരുന്നില്ല കോഡ്, വേറെ ഒരുപാട് കോഡുകളാണ്. അപ്പോൾ അത് സിനിമാറ്റിക് ആക്കിയതാണ്. കാരണം അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പറയാനും ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒരു കോഡ് ഞങ്ങൾ രണ്ടും കൂടെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ആ കോഡ് പിന്നെ ഞങ്ങളെപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനും വേണുചേട്ടനൊക്കെ എപ്പോഴും പുറത്തിറങ്ങിയാൽ ആൾക്കാർ ഇതിനെ വീഡിയോ സഖാവെ തീപ്പെട്ടി എടുക്കാനെന്ന് ചോദിക്കുമായിരുന്നു. അതിപ്പോഴും ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് മലയാള സിനിമയിൽ ഒരു കോഡ് ഭാഷ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ഒരു സരണി ഉണ്ടായത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ഉണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? വീഡിയേ ഇല്ലല്ലോ സഖാവേ തീപ്പെട്ടി എടുക്കാൻ. ഓ വിശന്ന് കരിയുന്നു. സ്റ്റെല്ല, അപ്പന ഉറക്കമാ. എത്രയെന്ന് വെച്ചാ അകത്തിരിക്കുക? സേതു ചേച്ചി വന്നില്ലേ? ഇല്ല. ചന്തയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോലീസാ, വേഷം മാറിയും അല്ലാതെയും. നിക്ക്, ബീഡിയുണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? തീപ്പെട്ടിയുണ്ടോ ഒരു ബീഡി എടുക്കാൻ? ലാൽ സലാം. ലാൽ സലാം. ലാൽ സലാം. തമ്പി എപ്പോ എത്തി? ഇന്ന് പുലർച്ചയ്ക്ക് സേതുലക്ഷ്മി അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ച്? മടത്തി വെച്ച്. ആ ശാന്തിക്കാരന് ഒറ്റ കൊടുത്ത തിരുമുൽപ്പാട് നെഞ്ചത്തടി നിലവിളി വന്നാ കേട്ടത്. മലബാറിലെ ഒട്ടുമുക്കാലും സഹാക്കളും ലോക്കപ്പിലായി കഴിഞ്ഞു. ലോക്കപ്പുകൾ നിറയ്ക്കട്ടെ പട്ടികൾ. നിറഞ്ഞു കവിയും ജയിലുകൾ. പിന്നെ അവശേഷിക്കും സഹാക്കൾ ഈ നാട്ടിൽ. ആവേശം കൊള്ളാം അറിവുള്ളവർക്ക്. എന്റെ നെട്ടൂരാനെ, ആണുങ്ങളില്ലാത്ത കുടിലുകളിൽ കയറി ഇറങ്ങി കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഉടുതുണി വിരിഞ്ഞ് പട്ടാ പകലും കാമപ്പേക്കൂത്ത് നടത്തുകയാണ് ആ ഇടിയം കർത്തായും സംഘവും. അറിവ് കുറവായ എനിക്ക് ഈ സ്ഥിതിയിൽ ആവേശം കൊള്ളാൻ.